നിങ്ങളെ വിമർശിക്കുന്നവർക്ക് വിവരമില്ലെന്ന് എന്നാണോ നിങ്ങൾ കരുതി തുടങ്ങുന്നത്, അന്നു മുതൽ നിങ്ങളുടെ പരാജയവും തുടങ്ങും. ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രകരണങ്ങൾക്ക് സാക്ഷ്യത്തിന്റെ ബലം കുറയുമ്പോൾ ആയിരിക്കുമോ ചോർച്ചയുണ്ടാകുന്നത്? ദി നൺസ്, പിറവി കൊള്ളുന്ന പുതിയ മതം. 2700-ലധികം സെൻസസുകളുടെയും സർവേകളുടെയും പിൻബലത്തിൽ പ്യൂ റിസർച്ച് സെന്ററിൽ നടത്തിയ വിശകലന പ്രകാരം 2010 മുതൽ 2020 വരെ ലോകത്തിലെ വിവിധ മതവിഭാഗങ്ങളുടെ സംഖ്യ കാര്യമായി വർദ്ധിച്ചു. ക്രിസ്ത്യാനികൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി തുടരുന്നുവെങ്കിലും ഇക്കാലയളവിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമുകളുടെ എണ്ണം 1.7 ബില്യണിൽ നിന്ന് 2 ബില്യണായി. ആളെണ്ണത്തിന്റെ കണക്ക് പറഞ്ഞ് മേനി നടിക്കാനോ ദോഷം വളർത്താനോ അല്ലട്ടോ. ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പിറകിൽ മതങ്ങളുടെ പൂമുഖപ്പടിയിലേക്ക് പുതിയതായി ചാരുകസേര വലിച്ചിടുന്ന ഒരു അതിഥിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. നിശബ്ദമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ മതം പിറവികൊണ്ടിരിക്കുന്നു. ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പിന്നിലായി നിൽക്കുന്ന ആ മൂന്നാം മതത്തെ അന്തർദേശീയ സർവേ സംഘടനകൾ അഭിസംബോധന ചെയ്യുന്നത് ദ നൺസ് എന്നാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതവിഭാഗമാണ് നൺസ്. സർവേകളിലും സെൻസസുകളിലും മതപരമായ ഐഡന്റിറ്റി എന്താണ് എന്ന ചോദ്യത്തിന് അവർ നൽകുന്നത് തങ്ങൾക്ക് ഒരു മതവിശ്വാസമില്ലെന്നോ നിരീശ്വരവാദികളാണെന്നോ ആജ്ഞേയവാദികളാണെന്നോ ഉള്ള ഉത്തരമാണ്. എല്ലാ പരമ്പരാഗത മതങ്ങളിലും നിന്ന് ഒരു പുതിയ മതത്തിലേക്ക് അനേകം ആളുകൾ ചുവടുമാറ്റം നടത്തുന്നുവെങ്കിലും അവിശ്വാസത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ഒരു നവ മതദേശത്തേക്ക് കുടിയേറി പാർക്കുന്നവരിൽ കൂടുതലും ക്രിസ്തു മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നത് ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവവിശ്വാസ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മക്കൾ പടിയിറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താകാം? അത് തിരയാൻ ആളിറങ്ങിയില്ലെങ്കിൽ അധിക നാളിൻ്റെ കാത്തിരിപ്പ് കൂടാതെ തന്നെ നമ്മുടെ ദേവാലയങ്ങൾക്കകം പ്രാർത്ഥനാ പ്രകരണങ്ങളുടെ ഇടങ്ങൾക്കപ്പുറം പ്രാക്കളുടെ കുറുങ്ങലുകൾ മുഴങ്ങുന്ന ഇടമായി മാറുന്ന കാലം വിദൂരമല്ല. പുറമേ നിന്ന് പാഞ്ഞെത്തുന്ന ആയുധങ്ങളും അസ്ത്രങ്ങളും കൊണ്ട് പോരലേറ്റിട്ടായിരിക്കില്ല വിശ്വാസികൾ അജ്ഞേയവാദത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും തീരത്തേക്ക് കൂടുമാറ്റം നടത്തുന്നത്. ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രകരണങ്ങൾക്ക് സാക്ഷ്യത്തിന്റെ ബലം കുറയുമ്പോൾ ആയിരിക്കുമോ ചോർച്ചയുണ്ടാകുന്നത്? വിശ്വസിക്കുന്നത് ജീവിക്കാനും ഏറ്റെടുക്കാനും മുൻ തലമുറക്കാർ പരാജയപ്പെടുമ്പോൾ പിൻതലമുറ ആ വിശ്വാസത്തെ ഒരു മ്യൂസിയം പീസായി കരുതുന്നുണ്ടാകുമോ? ക്രിസ്തു സാക്ഷ്യങ്ങൾക്ക് ബലം നഷ്ടപ്പെടുമ്പോഴാണോ ഈ ചോർച്ചയുണ്ടാകുന്നത്? സഭയ്ക്കകത്തെ ആന്തരിക സംഘർഷങ്ങളും വിഭജനങ്ങളും കണ്ട് മനം കലുഷിതമായും ആടുകളെ അന്വേഷിച്ചലയാത്ത ഇടയന്മാരുടെ നിസ്സംഗതയും ഗർവും കണ്ട് കണ്ണുപൂട്ടിയും നീതിയുടെ ജലം ലഭിക്കാതെ ജീവിതത്തിന്റെ കാഠിന്യങ്ങളിൽ ഹൃദയമുണങ്ങിയും പ്രത്യാശ പറ്റുന്ന ആത്മാവിന്റെ ദുരവസ്ഥയിൽ വിശ്വാസത്തിൽ ഒപ്പം നടക്കുന്നവരിൽ നിന്ന് വെട്ടങ്ങളൊന്നും കാണാതെയും കൃപയുടെ കൊയ്ത്തുകാലത്തെ ഒരു കിനാവ് പോലും കാണാൻ പറ്റുന്നില്ല എന്നുറപ്പാകുമ്പോഴാണോ ഇവർ വീടുകൾ ഉപേക്ഷിച്ച് നവമത ഇടങ്ങളിലേക്ക് ദേശാടനം തുടങ്ങുന്നത്? നിങ്ങളെ വിമർശിക്കുന്നവർക്ക് വിവരമില്ലെന്ന് എന്നാണോ നിങ്ങൾ കരുതി തുടങ്ങുന്നത്, അന്നു മുതൽ നിങ്ങളുടെ പരാജയവും തുടങ്ങും എന്നെഴുതിയത് MN വിജയൻ മാഷാണ്. വിമർശനങ്ങൾക്ക് കാതുകൊടുക്കാതെയും വിമർശിക്കുന്നവരെ കൽത്തുറങ്കിലടച്ച ചരിത്രമുള്ള സർവ കോട്ടക്കൊത്തളങ്ങളും ചിതലരിക്കപ്പെടുകയും സുൽത്താൻമാർ നാടുകടത്തപ്പെടുകയും ചെയ്യുന്ന ചരിത്രമാണ് പലപ്പോഴും മണ്ണിൽ മയങ്ങുന്നത്. സഭയ്ക്കകത്ത് സത്യം മുഴങ്ങട്ടെ എന്നും തെരുവുകളിൽ നീതി ജലം പോലെ ഒഴുകട്ടെ എന്നും കൊള്ളരുതായ്മകൾക്ക് കൂച്ചുവിലങ്ങിടുക എന്നും ഒക്കെയുള്ള സ്വരം മുഴങ്ങിക്കേൾക്കേണ്ടത് അകത്ത് നിന്നാണ്. അല്ലെങ്കിൽ അവയെല്ലാം ദൈവവിശ്വാസത്തെ അപ്രസക്തമാക്കാനുള്ള കാരണങ്ങളാവാം, ഒപ്പം ദൈവസ്നേഹത്തെ തൊട്ടറിയാനുള്ള തടസ്സങ്ങളുമാകാം. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് ചെറുതും വലുതുമായ ഇടങ്ങളിൽ രാപ്പാർക്കുന്നതിന്
ഗാർഹികവും വ്യാവസായികവുമായ ഉപകരണങ്ങൾ കാശുമുടക്കി വാങ്ങുന്നതിന് ഒക്കെ പിന്നാലെ തങ്ങൾ നൽകുന്ന സർവേകൾ വിലയിരുത്താൻ റിവ്യൂ ചോദിക്കുന്ന കാലമാണിത്. ഗുണദോഷ വിവേചനം നടത്താൻ ജനങ്ങളെ പ്രചോദിപ്പിച്ച് അവരവരുടെ നിലനിൽപ്പിനെക്കുറിച്ച് ക്വാളിറ്റി അനാലിസിസും സെൽഫ് ഓഡിറ്റിങ്ങും നടത്തുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ ആധുനിക ലോകത്ത് മനുഷ്യരെ കേൾക്കുമ്പോൾ ആടുകൾ കരയുന്നതിൻ്റെയും നിലവിളിക്കുന്നതിൻ്റെയും കാരണം തിരയാതെ മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന സഭാ ശുശ്രൂഷകർ നൺസ് എന്ന നവമതത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കും. വിശ്വാസം അപ്രസക്തമാക്കാതിരിക്കാനുള്ള ഓഡിറ്റിങ്ങുകൾ നമ്മൾക്ക് ആവശ്യമാണ്. അകത്തുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നേതൃനിരകൾ ആദ്യം അറിയേണ്ടത്. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നവ മാത്രം ആവർത്തിക്കുകയും നവ സംസ്കാരങ്ങളുടെ വെല്ലുവിളികളെയും ചോദ്യങ്ങളെയും കുറിച്ച് കരുതലില്ലാതിരിക്കുകയും ചെയ്യുന്ന അധികാരമാകുമ്പോൾ നാം എക്കോ ചേംബറിൻ്റെ മൂഢ സ്വർഗത്തിലാകും.